വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത്. ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരിതഭൂമിയായ മുണ്ടക്കൈയിലേക്ക് തിരിച്ചു. ഇന്ന് രാവിലെ കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗമാണ് മോഹൻലാൽ വയനാട്ടിലെത്തിയത്. ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലെത്തി. അവിടെ സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകൾ സന്ദർശിച്ചു. സംവിധായകൻ മേജർ രവിയും മോഹൻലാലിനൊപ്പമുണ്ടായിരുന്നു. ദുരന്തഭൂമിയിലേത് സങ്കടകരമായ കാഴ്ചകളെന്ന് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മേപ്പാടിയുടെ മുകളിലെത്തിയപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലായത്. രക്ഷാപ്രവർത്തകരെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സംഘടനകൾ എന്നിവരുടേത് സുത്യർഹമായ സേവനമാണെന്നും മോഹൻലാൽ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പോൾ താൻ ഭാഗമായ വിശ്വശാന്തി ഫൗണ്ടേഷൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ 3 കോടി രൂപ നൽകുമെന്ന് മോഹൻലാൽ അറിയിച്ചു. വിശ്വശാന്തി ഫൗണ്ടേഷൻ മുണ്ടക്കൈ LP സ്കൂൾ പുനർനിർമ്മിക്കുമെന്നും മോഹൻലാൽ അറിയിച്ചു. മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള 122 ഇൻഫൻട്രി ബറ്റാലിയനാണ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ളത്. കഴിഞ്ഞ 16 വർഷമായി 122 ബറ്റാലിയന്റെ ഭാഗമാണ് മോഹൻലാൽ. ന്യൂസ് ബ്യൂറോ, വയനാട്. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.